നമ്മള് 4 പേരില്ലായിരുന്നു. ആ ഇപ്പോഴും 4 പേരുണ്ടല്ലോ. 1 2 3 4. അല്ലെന്നില്ല, അവനില്ലടേ. ചുമ്മാ ഇരി കേട്ടാ. 1 2 3 4 4. സഹിക്കാൻ വയ്യ. എന്നാ പോലും അറിഞ്ഞൂടാ. 1 2 3 4. ആ ശരിയാണല്ലോ, 4 പേരുണ്ടല്ലോ. അത് ശരിയാകില്ല. ആ നമ്മുടെ ഭാഗവതി. ആ ഭാഗ. അതെ, തൊട്ടിയ 4 പേര് ഒന്നിച്ച് ഭ്രാന്താശുപത്രിയിൽ പുറത്തിയാടി. 3 പേര് തിരിച്ചു ചെന്നു. 4-അവൻ എവിടെ? എവിടെ? കൊന്നു. ആര് വന്നു? നമ്മള് കൊന്നു. എപ്പോ? അതല്ല, അവരങ്ങനെ കരുതുന്നു പറയായിരുന്നു. തല്ലിന്റെ ആ തത്തയും കൂടും പോയി. ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന്. നല്ല ചേർച്ചയായിരുന്ന വേഷം. ഉടച്ചെത്തിയാക്കിയതിൽ ദേഷ്യം തോന്നരുത്. അതായിപ്പോ വലിയ കാര്യം. മനുഷ്യന്റെ എല്ല് വെള്ളായി. എന്താ പേര്? ശോഭ. ഞാൻ രാംദാസ്. ദാസാ, നമ്മുടെ ജോലി കേസന്വേഷണമാണ്. എവിടെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്? ആകാശത്തിൽ. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റബിൾ ആയി പോയി. ഉന്തുവണ്ടിയിൽ കായികറി വിൽപ്പനയായിരുന്നു ഇവന് മദ്രാസിൽ പണി. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കൽ എനിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. അല്ലേലും ജാത്യാലെടുത്ത് തൂത്താ പോകില്ല. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ജീവിതത്തിനൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ആ ഇരിക്കുന്ന ആളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേറെ ഓതുന്നത്? എന്റെ മോൻ തന്നെയാണോ അതാ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി ഞാനൊന്ന് കുളിക്കട്ടെ. കുളിച്ച കൊക്കാവൂ. അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ബാത്റൂമിലോട്ടോ. ഓ, ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചു. കിട്ടൂല. എന്താ ഇവിടെ? ഞാൻ കൈ നോക്കുവാ. ഓഹോ, അപ്പൊ നിനക്ക് കൈ നോക്കാനും അറിയാം. ഞാൻ വിചാരിച്ചു വായി നോക്കാൻ മാത്രം അറിയുള്ളൂ. ഇടിയപ്പം ഒറ്റ ഇടിക്ക് നീ അപ്പിടും. അല്ല, ഇവളുടെ കയ്യിലൊരു സ്പെഷ്യൽ വരയുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അവളി പണിക്ക് ഇറങ്ങിയത്. എല്ലാവരോടുമായിട്ട് പറയാ, ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. പണ്ട് കറിയാച്ചൻ വന്ന് ബുള്ളറ്റിന്റെ പുറകെ കേറ്റിക്കൊണ്ട് പോകുമ്പോ മുറുക്ക പിടിക്കാൻ പറയും. എവിടെ? കെട്ടിപ്പിടിച്ച് പുറയിലിരിക്കുമ്പോ കറിയാച്ചന്റെ ഒരു പറച്ചിലാ, എന്റെ മേരി നിനക്ക് ചന്ദനത്തിന്റെ മണമെന്ന്. ഇപ്പൊ ചാണകത്തിന്റെ. ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പോക്കോളാം. എന്തിനാ ഓട്ടോ? ഓട്ടോ മോഹനിലെ കാർ ഇരിക്കുന്നത്. മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസിന്റെ 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലമില്ലാണ്ട. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ചു വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? ഇവിടുത്തെ അമ്മച്ചി സ്നേഹനിധിയും വാത്സല്യനിധിയും കാരുണ്യനിധിയും സർവോപരി കരുണാനിധിയും ഊത്ത കാശുകാരിയുമാണെന്ന്. പിന്നെ ഒരേ ഒരു മകന്റെ വിദേശ സമ്പാദ്യം. അത് പറയേ വേണ്ട. പറയണ്ട. ഇതാ ഞാനൊന്നും പറയാം. ഇവിടുത്തെ ആംസിയുടെ മകന്റെ കയ്യിൽ ലക്ഷങ്ങളുടെ കോടികളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. പാർട്ടിയെ കൊണ്ട് നേരിട്ട് വിളിപ്പിക്കുന്ന ശീലം ഞങ്ങൾ അധോലോകക്കാർക്കില്ല. മിസ്റ്റർ ചോപ്ര, എന്റെ പേര് വിളിച്ച ബാമനെ പന്നി ഞാൻ നിന്റെ പേര് വിളിക്കണ്ട. നിർത്തണ കൊലം കെട്ട തൂമകളെ.